പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമൊക്കെ പല രീതിയിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടാറുണ്ട്. ഈ നാട്ടിലെ അഴിമതിയും മറ്റ് വഴിവിട്ട ഇടപാടുകളുമൊക്കെ കയ്യോടെ പിടിച്ചാലും യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുന്ന രാഷ്ട്രീയ നേതാക്കളെ കാണാം. എന്നാൽ തിരുവനന്തപുരം വക്കത്തെ പഞ്ചായത്ത് അംഗമായ അരുണിന് നേരെ ഒരാരോപണവും കേസും വന്നതോടെ അയാളുടെ മനസ്സ് പതറി. ചെയ്യാത്ത കുറ്റത്തിന് കേസും പ്രശ്നങ്ങളും. അതിൻ്റെ മനോവിഷമത്തിൽ അരുണും അമ്മ വത്സലയും ആത്മഹത്യ ചെയ്തത് ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നു. വീടിൻ്റെ പിൻവശത്തുള്ള ചായ്പിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്നെ കള്ളക്കേസുകളിൽ കുടുക്കിയെന്ന് പറഞ്ഞ് വാട്സാപ്പിലൂടെ സുഹൃത്തുക്കൾക്ക് സന്ദേശമയച്ച് നൽകിയ ശേഷമായിരുന്നു കൂട്ട ആത്മഹത്യ. വക്കം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പറാണ് അരുൺ. 42-കാരനായ അരുണിനെയും 71 വയസ്സുള്ള അമ്മ വത്സലയെയും വീടിന് പിൻവശത്തുള്ള ചായ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ അയൽവാസികളാണ് സംഭവം കണ്ടത്. ഈ സമയം അരുണിന്റെ ഭാര്യയും മകനും ഭാര്യയുടെ വീട്ടിലായിരുന്നു. സംഭവസ്ഥലത്തു നിന്നും പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ജനപ്രതിനിധിയായിരുന്നു അരുൺ. BJP പ്രവർത്തകരായ ചിലരും അരുണുമായി മാസങ്ങൾക്ക് മുൻപ് ഉത്സവ സ്ഥലത്ത് വെച്ച് സംഘർഷമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അരുൺ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന പേരിൽ കടക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചു. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് കേസ് ഒത്തുതീർപ്പാക്കി വിട്ടിരുന്നു. എന്നാൽ എതിർകക്ഷികൾ പട്ടികജാതി കമ്മീഷനിൽ പരാതി നൽകി. കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്നാണ് കുറിപ്പിലുള്ളത്. ചിലരുടെ പേരുകളും ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശവാസികളായ വിനോദ്, സന്തോഷ്, അജയൻ, ബിനി സത്യൻ എന്നിവർക്കെതിരെയാണ് ആരോപണം. തനിക്കെതിരെ വ്യാജ ജാതി കേസും മോഷണക്കേസും നൽകിയത് കാരണം ജീവിക്കാൻ കഴിയുന്നില്ലെന്നും പഞ്ചായത്ത് അംഗത്തിന്റെ ലെറ്റർ ഹെഡിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അരുണിന്റെയും മാതാവിന്റെയും മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മരണത്തിന് കാരണക്കാരായവരെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടുമെന്ന് പോലീസ് പ്രവർത്തകർക്ക് ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ.